ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഒക്ടോബർ 28. ഞാൻ ചിത്ര. ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിന്റെ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. മറിയത്തിന്റെ രാജ്ഞിപദം. പരിശുദ്ധ ദൈവമാതാവ് സ്വർലോക ഭൂലോകങ്ങളുടെ രാജ്ഞിയായി സ്വർഗത്തിൽ വിതരിക്കപ്പെട്ടു. സൂര്യനെ മേലാങ്കിയായും ചന്ദ്രനെ പാദപീഠമായും 12 നക്ഷത്രങ്ങളെ കിരീടമായും ധരിച്ചിരിക്കുന്നു. മഹത്വമേറിയ ശ്രീരത്നം എന്ന വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ സ്വർഗീയ മാതാവിനെ കുറിച്ചാണ്. അഖില ലോകങ്ങളുടെയും സൃഷ്ടാവും രക്ഷകനുമായ മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ രാജപദം നാം അംഗീകരിക്കുമ്പോൾ അവിടുത്തെ അമ്മയുടെ രാജ്ഞിപദം പരോക്ഷമായി നാം പ്രഖ്യാപിക്കുന്നു. അതുപ്രകാരം 1925 ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങിയപ്പോൾ കന്യകാംബികയുടെ രാജ്ഞിപദ തിരുനാൾ ആഘോഷിക്കാൻ മാതൃഭക്തരായ ക്രിസ്ത്യാനികൾക്ക് പ്രചോദനമായി. വിശ്വാസികളുടെ മരിയൻ ഭക്തിയിൽ വന്ന ഉണർവ് മനസ്സിലാക്കി 12-ാം പിയൂസ് പാപ്പ മരിയൻ വത്സരത്തിൽ അവസാനത്തിൽ സ്വർഗറാണി എന്ന ചാക്രിക ലേഖനത്തിലൂടെ 1954 മറിയത്തിന്റെ രാജ്ഞിത്വ തിരുനാൾ പ്രഖ്യാപിച്ചു. അതോടനുബന്ധിച്ച് ഫാത്തിമയിലെ മാതാവിന്റെ തിരുസ്വരൂപത്തിൽ സ്വർണ്ണ നിർമ്മിതമായ ഒരു കിരീടം വയ്ക്കുകയുണ്ടായി. ജവമാലയുടെ ലുത്തിനയിൽ നാം പരിശുദ്ധ കന്യകയെ അനേക വിധത്തിൽ രാജ്ഞിയായി അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിന്റെ മറ്റൊരു എപ്പിസോഡുമായി കാണാം. നന്ദി, നമസ്കാരം.